ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. എൻ്റെ പേര് ദീപു. ഞങ്ങൾ പുതിയതായിട്ട് അണിയിച്ചൊരുക്കുന്ന എ ഡി ക്രിയേഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എ ഡി ക്രിയേഷന്റെ സ്പീക്ക് സ്പോട്ട് എന്ന പ്രോഗ്രാമിന്റെ ആദ്യ എപ്പിസോഡ് തുടക്കം കുറിച്ചുകൊണ്ട് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു മലയാള ടെലിവിഷൻ രംഗത്ത് ചരിത്രം സൃഷ്ടിക്കുന്ന മഴവിൽ മനോരമയുടെ ഹാസ്യ പ്രോഗ്രാമായ ഒരു ചിരി ഇരുചിരി ബമ്പർചിരി എന്ന പ്രോഗ്രാമിലൂടെ ഹാസ്യ വിസ്മയം തീർക്കുന്ന അനിൽ ചിറ്റാറിനും അക്ഷയ് ചിറ്റാറിനും എ ഡി ക്രിയേഷൻ ചാനലിലേക്ക് സ്വാഗതം. നമസ്കാരം ചേട്ടാ. പറഞ്ഞു. നമസ്കാരം. അപ്പൊ പിന്നെ വിശേഷങ്ങളൊക്കെ തുടരാം. പറഞ്ഞു. ആദ്യം പിന്നെ സെൽഫ് ഇൻട്രഡക്ഷൻ ആണ് നമ്മൾ ചെയ്യാൻ. അപ്പൊ പിന്നെ വീട്ടിലെ കാര്യങ്ങള് അല്ലെങ്കിൽ പേര് പരിചയപ്പെടുത്താം. എന്റെ പേര് അനിൽ കട്ടച്ചിറ. ഞാൻ ജനിച്ചു വളർന്നത് അവിടാണ്. വീട്ടിലാണെങ്കിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെ വൈഫുണ്ട്, 2 കുട്ടികളുണ്ട്. ഒരാൾ 9ൽ പഠിക്കുന്നു, ഇനിയും 10ലോട്ട്. മൂത്ത ആള് ഇനിയും 10ലോട്ട്, ഇളയ ആള് ഇനിയും 9ലോട്ട്. ശരിയായി കണ്ടാലും പറയത്തില്ല, മൂത്ത ആള് 10ലാകാ പറഞ്ഞത്. ഉച്ചയിറക്കന്റെ ലുക്കാ കേട്ടോ. അപ്പൊ ശരി എന്ന് പറയല്ലേ. അപ്പൊ അത് അങ്ങനെ പോകുന്നു നമ്മുടെ ഫാമിലി. പിന്നെ അവരുടെ വലിയൊരു സപ്പോർട്ടുണ്ട് നമുക്ക്, അതുകൊണ്ട് നമ്മള് ഇവിടം വരെ എത്തിയത്. ഓക്കെ ഓക്കെ അങ്ങനെ പോകുന്നു. അപ്പൊ അതായത് അക്ഷയ്. എന്റെ പേര് അക്ഷയ് ചിറ്റാർ. ഞാൻ ബെഞ്ചോമ്പാറ എന്ന സ്ഥലമാണ്. ഞാൻ പെയിന്ററാണ്. പിന്നെ എന്റെ വീട്ടില് അമ്മയുണ്ട്, വൈഫുണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ട്. മോൾ 1ൽ പഠിക്കുന്നു, ഈ വർഷം 2ലാവും. മോന് അടുത്ത വർഷം LKG. ഇങ്ങനെ പോകുന്നു, കുഴപ്പമില്ല. പ്രോഗ്രാം കേട്ട് പോകുന്നു. അപ്പൊ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല് ഇവരെല്ലാം എന്റെ സുഹൃത്തുക്കളുടെയാണ്. തീർച്ചയായിട്ടും. ചിലർ വിചാരിക്കും ഇവരെല്ലാം പരിചയമുള്ളവരായിട്ട് ഉപയോഗിക്കുക. തന്നെയല്ല, ഇവരെ അറിയാവുന്ന മറ്റൊരുപാട് പേരുണ്ട്, എന്നെ അറിയാവുന്നവരുമുണ്ട്. അവർക്കൊക്കെ വേണ്ടിയാണ് ഇവരുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒക്കെ ഞാൻ പൊതുവെ ചെയ്യാറുള്ളത് കേട്ടോ. പിന്നെ നിങ്ങളിവിടെ പഠിച്ചതൊക്കെ ഒരുപാട് പിന്നെ നിങ്ങൾക്ക് അനുമോദനങ്ങളൊക്കെ കണ്ടു. അപ്പൊ നിങ്ങൾ പഠിച്ച സ്ഥലങ്ങളും കൂടി പരിചയപ്പെടുത്തുവാണെങ്കിൽ അവർക്ക് അറിയാവുന്നവർക്കൂടെ ഒരു സന്തോഷം അതിന്. ഞാൻ പഠിച്ചത് കട്ടത്തേറ DTHS ഹൈസ്കൂളിലാണ് പഠിച്ചത്. 1 മുതൽ 10 വരെ പഠിച്ചത് അവിടെ. അപ്പൊ നമ്മള് പഠിച്ച അപ്പം ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പഠിച്ച സ്കൂളിൽ നിന്ന് ഒരു അനുമോദനം മേടിക്കുക എന്നുള്ളത്. അത് ആരുടെയൊക്കെ ഏറ്റവും വലിയ, നമുക്ക് അല്ലാതെ എന്ത് കാണിച്ചാലും നമുക്ക് അവിടുത്തെ കിട്ടത്തില്ല. സ്കൂളിൽ നിന്ന് കിട്ടും. അപ്പൊ നമ്മള് അവിടുന്ന് ഒരു അനുമോദനം നമുക്ക് കിട്ടി. പിന്നെന്ന് പറഞ്ഞാ എന്റെ ഇടവക എന്ന് പറയാം, നമ്മുടെ ഇടവക എന്ന് പറയും. കട്ടച്ചിറ മോറിയ മർത്തോമ ഇടവകയെന്ന് ഒരാദരവ് കിട്ടി. പിന്നെ അതായത് അക്ഷയുടെ നാട്ടിൽ നിന്ന് അവിടെ ക്ലബ്ബുകാരും അവിടുത്തെ CSC പള്ളിക്കാരും കൂടെ ഒരു പരിപാടി നടത്തിയാണ്. അതിന് ഞങ്ങൾക്കൊരു അനുമോദനം കിട്ടി. പിന്നെ അക്ഷയ പഠിച്ച സ്കൂളിൽ നിന്നും ഞങ്ങൾക്കൊരു അനുമോദനം കിട്ടി. അനുമോദനങ്ങൾ പ്രഭാവം തന്നെ ഉണ്ട് കൂടെ. അപ്പം ഇപ്പൊ നമുക്ക് അങ്ങനെ കുറെ കിട്ടുന്നുണ്ട്. സന്തോഷം, വളരെ സന്തോഷം. കാരണം നമ്മളൊന്നുമല്ല ഇരുന്ന് നമ്മൾ ഇത്രയെങ്കിലും എത്തിയെങ്കിൽ അത് ഇവരുടെയൊക്കെ ഒരു സപ്പോർട്ട് കൊണ്ടാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മള് ഇപ്പം മഴവിൽ മനോരമയിലൊരു 4-5 സ്റ്റേജ് കഴിഞ്ഞു. അപ്പം അത് കഴിഞ്ഞപ്പം വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി ദീപു ഞങ്ങളെ 2 പേരെ ക്ഷണിച്ചത് ദീപുവിനോട് വളരെയധികം നന്ദി. കാരണം മറ്റൊരു ചാനലുകാരും മറ്റൊരു യൂട്യൂബർമാരും ചെയ്യാത്ത ഒരു ധൈര്യം ദീപു കാണിച്ചു. അത് ദീപുവിനോട് ഭയങ്കര സന്തോഷം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരിന് നമ്മളെ വിളിക്കാത്ത നമ്മൾ വലിയ സെലിബ്രിറ്റി ആകാത്തോണ്ടായിരിക്കും, അതായത് വലിയ കലാകാരന്മാരാകാത്തോണ്ടായിരിക്കും, നമുക്കറിയത്തില്ല. ഇനി അവരെ ചാനലിന് വല്ല താഴ്ച വരുമോ എന്നറിയത്തില്ല. പക്ഷെ ദീപു അതല്ല, ദീപു ഞങ്ങളെ വിളിച്ചത്. ദീപുവിനോട് വലിയ ദീപുവിനോടും ദീപുവിന്റെ ഫാമിലിയോടും അതിനോട് ഫാമിലി മാത്രമല്ല ഞങ്ങളുടെ ചാനൽ യൂട്യൂബ് ക്രിയേഷനോടുള്ള നന്ദി അറിയിച്ചു കൊടുക്കും. അക്ഷയ് പഠിച്ച സ്ഥലങ്ങള് ഞാൻ 1 മുതൽ 4 വരെ പഠിച്ചത് തോട്ട സ്കൂളിൽ, ഇപ്പൊ എന്റെ മോള് പഠിക്കുന്ന സ്കൂളിലാണ്. പിന്നെ 5 6 പഠിച്ചത് നിങ്ങൾ പഠിച്ച കട്ടച്ചിറ GTHS സ്കൂളിലാണ് പഠിച്ചത്. പാതി കട്ടച്ചിറക്കാരൻ കൂടിയാണ്. പിന്നെ തീർച്ചയായിട്ടും. പിന്നെ ബാക്കി 7 തൊട്ട് +2 വരെ പഠിച്ചത് ചിറ്റാർ സ്കൂളിൽ തന്നെ. അപ്പൊ ചിറ്റാറുകാർക്ക് ഹായ് കൊടുത്തേക്കണം. പിന്നെ തീർച്ചയായിട്ടും ചിറ്റാറുകാർക്കെന്നല്ല, സകല മനുഷ്യർ, അതായത് ഈ കേരളത്തിലുള്ള എല്ലാവർക്കും, പിന്നെ എല്ലാ പേർക്കും ചിറ്റാറുകാരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. അത് ഭയങ്കരമാണ് കേട്ടോ. ചിറ്റാറുകാരെന്നല്ല, ഞാൻ അങ്ങനെ പറയില്ല കേട്ടോ. കാരണം ഈ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലുള്ള ഇപ്പം പിന്നെ കഴിഞ്ഞ ദിവസം ആണെങ്കിൽ നമുക്ക് പ്രോഗ്രാം, നമ്മൾ മഴവില് പ്രോഗ്രാം ചെയ്തോണ്ടിരുമ്പോ പാലക്കാട് ഏതാണ് സ്ഥലം ഓർക്കുന്നില്ല കേട്ടോ, അവര് പിന്നെന്താ പറയാ, അവര് പറഞ്ഞ ഒരു പ്രോഗ്രാമിന് വിളിക്കാന്നൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. സ്ഥലം കറക്റ്റ് അല്ലല്ല, അത് പാലക്കാട്, കോട്ടയത്തെ അതല്ല. അപ്പൊ സ്ഥലം ഓർക്കുന്നില്ല കറക്റ്റ് ആയിട്ട്. അപ്പം അതും
അവര് വെറുതെ പറഞ്ഞതാണെങ്കിൽ പോലും ഇനിയും കാര്യമായിട്ട് പറഞ്ഞതാണെങ്കിലും സന്തോഷം, ഒരുപാട് സന്തോഷം. കാരണം നമ്മള് എന്താ പറയാ, നമ്മൾ ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ച് കിട്ടുക എന്ന് പറയുന്നത് കാരണം നമ്മുടെ ഒരു പാഷനാണിത്. അപ്പൊ ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹമായിരുന്നു. അപ്പൊ ഇങ്ങനെ കിട്ടുമ്പോൾ ഒരു വലിയ ഒരു സന്തോഷമാണ്. പിന്നെ ഇതിനേക്കാളും എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സന്തോഷത്തിനേക്കാൾ കൂടുതലും അതിശയം ഇത്രയും ധൈര്യം ഞാൻ ചാൻസ് ശോഭരാജി കണ്ടിട്ടേ ഉള്ളൂ. ഇങ്ങനെ ഒരു ഇന്റർവ്യൂ എടുത്തിട്ട് അത് ഫസ്റ്റ് ഈ AD ക്രിയേഷൻസ് അങ്ങനെയല്ലേ യൂട്യൂബ്? അതെ, AD ക്രിയേഷൻ. അപ്പൊ തീർച്ചയായിട്ടും AD ക്രിയേഷൻ എടുത്തിട്ട് ഇതില് ഫസ്റ്റില് നമ്മളെ വിളിച്ചിട്ട് ഇന്റർവ്യൂ എടുത്തിട്ട് ചാനൽ ഓപ്പൺ ചെയ്യുമ്പോ ഇങ്ങനെ ഒരു സംഭവം എടുത്ത് വെച്ചിട്ട് ഇത് ചെയ്യാനെ കൊണ്ട് ധൈര്യം കാണിച്ച എന്റെ സുഹൃത്തായ ദീപുവിനോട് നമ്മളെക്കാൾ കൂടുതൽ നിന്റെ ധൈര്യത്തിന് ഞാൻ ഒരുപാട് അഭിനന്ദിക്കുന്നു. മറ്റൊരു കാര്യം വെച്ചാല് ഇവരുടെ ആദ്യത്തെ ഇന്റർവ്യൂ അല്ലേ? അതാണ് തീർച്ചയായിട്ടും. അതാണ് ഞങ്ങളും ഒരു ധൈര്യത്തോടെ തന്നെയാ കളത്തിലിറങ്ങി. എങ്കിലും ഇവരുടെ ആദ്യത്തെ ഇന്റർവ്യൂ ആട്ടെ, തുടരെ വളരെ വലിയ വലിയ ചാനലുകൾ ഇന്റർവ്യൂ ചെയ്യട്ടെ എന്ന് നിങ്ങൾ ആശംസിക്കും രണ്ടുപേരും കേട്ടോ. പിന്നെ അക്ഷയ് എങ്ങനെയാണ് ഈ കലാരംഗത്തോട്ടൊക്കെ വന്നത്? കലാരംഗത്തെ അങ്ങനെ ഉണ്ടായിരുന്നതോ? ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ചെറുപ്പത്തില് എന്റെ ചേട്ടനൊക്കെ ആയാലും ഡാൻസും, അതായത് ഭരതനാട്യം അങ്ങനെയുള്ള സംഭവം അറിയാം. പിന്നെ ക്ലാസിക്കൽ പരമായിട്ടുള്ള നമുക്ക് ആ സൈസ് ഐറ്റം നമുക്ക് എടുക്കാൻ പറ്റില്ല. ഞാൻ ട്രൈ ചെയ്തായിരുന്നു. അപ്പം ഇല്ല, പാടെ മുങ്ങിപ്പോയി. അപ്പൊ ഞാൻ നോക്കിയപ്പോ നടക്കത്തില്ല, കൂട്ടിയെ കൂടത്തില്ലെന്ന് മനസ്സിലായി. അപ്പൊ പിന്നെ പാട്ട് പാടാന്ന് വിചാരിച്ചു. അപ്പൊ ഇപ്പൊ ഉള്ള വോയിസ് മനസ്സിലായില്ലേ, ഇത് വെച്ച് ഒരു തരത്തിൽ നടക്കുകയല്ല. അതായത് അക്ഷയ് ഒരു പാട്ടുകാരനെ കൂടാ, പിന്നീട് പാടിക്കുന്നതായിരിക്കും. അപ്പൊ ഈ സമയത്ത് പാടി നോക്കിയപ്പം നടക്കുകയല്ലെന്ന് മനസ്സിലായി. കാരണം എന്റെ സൗണ്ട് കുറച്ച് എന്താ പറയാ ഈ റഫാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതും പറ്റത്തില്ല. അപ്പൊ അങ്ങനെ വന്നപ്പം വീട്ടിൽ ഈ ഉയരത്തിൽ വരുമ്പോഴേക്ക് ചെറുതിലെ ഇരിക്കുന്ന സമയത്ത് ഈ കൊച്ചിൻ ഹരീഫയുടെ ഒക്കെ, അതായത് സുരേഷ് ഗോപിയുടെ പുല്ല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അപ്പൊ എവിടെയൊക്കെയോ ഞാൻ കേട്ടിരുന്നു. ആക്ച്വലി മിമിക്രി ആർട്ടിസ്റ്റ് കൂടിയാണ്. അത് ഇപ്പൊ പറയുന്നത് അല്ല, ഞങ്ങൾക്ക് വേണ്ടി രണ്ട് സൗണ്ട് ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ഞാൻ കട്ടൻ സ്കൂളിൽ പഠിക്കുമ്പോ ഫസ്റ്റ് അവിടെ സൗണ്ട് ഇമിറ്റേഷൻ ചെയ്തായിരുന്നു. അങ്ങനെ അവിടെ എവിടെയോ ആരൊക്കെയോ കൂട്ടുകാരെല്ലാം പറയുന്നത് കേട്ടു. അപ്പം അങ്ങനെ പിന്നെ എന്താ പറയാ, ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതുപോലെ സ്റ്റേജ് പ്രോഗ്രാം ചെയ്യണം, ഫ്ലോറുകളിൽ ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരു 1-2 വർഷം മുമ്പ് ബമ്പർശ്ശേരിയിലൊന്ന് പോയി. അപ്പം ഞങ്ങള് പോയിട്ട് ഞാൻ വേറൊരാളുമായിട്ട്. പക്ഷെ ഇതല്ല, ഇതിന് മുമ്പ് പോയതല്ലേ? ഇതിന് മുമ്പ് ഫസ്റ്റ് അല്ല സെക്കൻഡ് സീസണിൽ പോയായിരുന്നു. പോയിട്ട് പിന്നെ കുറച്ച് എന്താ വെച്ചാൽ സാങ്കേതിക ബുദ്ധിമുട്ടുകളും കാരണങ്ങളും കൊണ്ട് പിന്നീട് പോയില്ല. എക്സ്പീരിയൻസ് ഉണ്ട് ആ ഫീൽഡിൽ തന്നെ. എക്സ്പീരിയൻസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു തവണയെ പോയിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നീട് പോകുന്നത് ഞങ്ങൾ രണ്ടുപേരോടാണ്. ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുന്നു. ഇപ്പൊ കുറച്ച് ഗ്യാപ്പ് വന്നു. പിന്നെ ഒരുപാട് ഗ്യാപ്പ് വന്നു. അപ്പൊ ഒരു 1-2 വർഷത്തെ ഗ്യാപ്പ് വന്നില്ല, അത്രയും വ്യത്യാസം വന്നു. പിന്നെന്തായാലും ഇതൊരു പാഷനായിട്ട് കൊണ്ടു നടക്കും. പിന്നെ അതിനിപ്പോ ഇനി എന്നാ വന്നെന്ന് പറഞ്ഞാലും ഇതും കൊണ്ടേ പോവുള്ളൂ. കാരണം നമുക്ക് അല്ല, ഒരു കലാകാരനായ അങ്ങനെ വേണം. അതാണ് ഒരു ഫീൽഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് നേടാതെ നമ്മൾ തിരിച്ചു പോകരുത്. കാരണം നമുക്ക് ഇതല്ലാതെ വേറെ ചോയ്സ് ഇല്ല. കാരണം നമുക്ക് ആകെ ഇഷ്ടമുള്ളത്, കാരണം ഇഷ്ടപ്പെട്ട് സാധനം ചെയ്യുന്നതും കഷ്ടപ്പെട്ട് ചെയ്യുന്ന വ്യത്യാസമുണ്ട്. ഞാൻ നമ്മളിതിപ്പോ ഇഷ്ടപ്പെട്ട് ചെയ്യും. ഇപ്പം ഈവൻ പെയിന്റിങ് പോലും നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു സാധനം. അല്ല, വേറെ കാര്യമുണ്ട്. പക്ഷെ ഇത് മാത്രമല്ല, ഒരു പെയിന്റർ വേണം. അതെ, പിന്നെ തീർച്ചയായിട്ടും. ഓക്കെ, ചിലരാണെങ്കിലേ ഈ കലാരംഗത്തൊക്കെ വന്ന് കുറച്ച് മുമ്പോട്ട് നിന്ന് കഴിഞ്ഞാല് പിന്നെ ചെയ്തിരുന്ന ജോലി അതുവരെ ചെയ്യുന്ന ജോലികളൊന്നും പറയാൻ ഭയങ്കര മടിയാ. നമുക്കിവിടെ ഒരു മടിയില്ല. കാരണം ഇത്രയും നാളും ഞാനും എന്റെ ഫാമിലി 1 മണി ചോറ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് പെയിന്റിങ് ആണ്. അപ്പൊ ഇത് നിങ്ങൾ ഇങ്ങനെ തളർത്താൻ നോക്കുന്നുമല്ല, ഇനിയിപ്പോ എത്രയൊക്കെ ആണെന്ന് പറഞ്ഞാലും, അതായത് ഇനിയിപ്പോ നമ്മൾ ഇതില് സക്സസ് ആയാലും ഇല്ലെങ്കിൽ ഇനി എത്ര ഉയരങ്ങളിൽ എത്തുമെന്ന് പറഞ്ഞാലും കൊണ്ടു നടക്കുന്ന ഒരു പ്രശ്നം ഉണ്ട്, അത് മറക്കുകയില്ല. അത് ഞാനെന്നല്ല, ഈവനും. കാരണം നമ്മുടെ ചോറെന്ന് പറയുന്നത് നമ്മുടെ അന്നം, നമുക്ക് ഇത്രയും നാൾ ആഹാരം തന്ന അതാണ്. അത് നമ്മൾ ഒരിക്കലും മറക്കില്ല. വന്ന വഴി ഒരിക്കലും മറക്കാൻ പറ്റില്ല നമുക്ക്. കാരണം അതാണ് ആ ഒരു ആത്മബന്ധം. അങ്ങനെയാണ് ഇഷ്ടപ്പെട്ട് തെരഞ്ഞെടുത്ത ഒരു ജോലിയാണ്. ഞാൻ ഡീസൽ മെക്കാനിക്ക് ITI കഴിഞ്ഞിട്ട് ഡീസൽ മെക്കാനിക്ക് ഇപ്പൊ വരെ എനിക്കൊരു സ്പാനർ കണ്ടാൽ എനിക്ക് അറിയുന്നു. കാരണം പഠിച്ചു, സർട്ടിഫിക്കറ്റ് ഉണ്ട്, പഠിച്ചു. ഒരു പ്രാക്ടിക്കൽ ഒരു വർക്ക്ഷോപ്പിൽ പോലും ഞാൻ പോയി. കാരണം അത് എന്റെ ഇഷ്ടത്തിന് പോയതല്ല, മനസ്സിലായി. അപ്പം നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്താൽ അത് കഷ്ടപ്പെട്ട് പഠിച്ചോ എന്ന് പറഞ്ഞാൽ അത് തന്നെ. അപ്പൊ അല്ലേട്ടന്റെ പിന്നെ ഈ കലാരംഗത്തേക്കുള്ള വരവ് ചെറുപ്പം മുതലേ ഉള്ളതാണോ, അത് സ്കൂൾ തലങ്ങൾക്കുള്ളതാണോ, അത് ഇപ്പം ക്രിയേറ്റ് ചെയ്തെടുത്താണോ?
അല്ലല്ല ഇപ്പൊ എടുത്തല്ല. ചെറുപ്പം മുതൽ സ്കൂളിൽ പഠിക്കുന്ന സമയം മുതൽ നമ്മൾ ഇതിന്റെ പുറകിലായിരുന്നു. ഇതിന്റെ പുറകിലല്ല, സ്കൂളിൽ നമ്മള് ഡാൻസിന് എന്താ പറയുന്നത് എല്ലാ പരിപാടിക്കും നമ്മൾ ചെയ്യും. നാടകം അങ്ങനെ നമുക്കൊന്നും അറിയത്തില്ലെങ്കിൽ നമ്മൾ അതിനകത്തെല്ലാം കാണും. കാരണം നമുക്ക് കലയോട് ഇഷ്ടമുണ്ടല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഒരു 4-5 പേര് കൂടി ഞങ്ങളൊരു ട്രൂപ്പ് ഉണ്ടാക്കി. സ്കൂളൊക്കെ കഴിഞ്ഞ് ട്രൂപ്പ് ഉണ്ടാക്കി. പിന്നെ ലിറ്റിൽ ബോയ്സ് എന്ന് പറഞ്ഞ ഒരു ട്രൂപ്പ് ഉണ്ടാക്കി. ഞങ്ങൾ അമ്പലപ്പറമ്പിലൊക്കെ പോയി അങ്ങോട്ട് പോയി ചാൻസ് ചോദിച്ച് അവിടെ പോയി നമ്മൾ പരിപാടി കളിച്ചിട്ടുണ്ട്. ചിലപ്പോൾ 1 മണിക്കൂർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് 1/2 മണിക്കൂർ 10 മിനിറ്റ് വന്ന അമ്പലം അവരോടൊക്കെ നന്ദി പറയുന്നു ഇപ്പോഴും. നമ്മൾ പിന്നെ എല്ലാവരും ആ പരിപാടി എല്ലാം കഴിഞ്ഞ് പിന്നെ എന്താ പറയുക, അന്ന് സോഷ്യൽ മീഡിയ അങ്ങനെയുള്ള സംഭവമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആരെങ്കിലുമൊക്കെ നല്ല തലത്തിൽ എത്തിയാണ്. പക്ഷെ അത് പകുതി വെച്ച് എല്ലാവരും വിവാഹം കഴിഞ്ഞു, ഫാമിലിയായി, അപ്പം എല്ലാവരും തിരക്കായി. അപ്പൊ എല്ലാവരും ആ രീതിയിൽ അങ്ങ് പോയി. എനിക്കത് 2006-ലാണോ 7-ലാണോ നടത്തില്ല, ചെറിയൊരു രസകരമായിട്ട് ഒരിക്കലും ഇതുപോലെ ചെറിയൊരു ഡ്രാമ ഞങ്ങൾ നടത്തിയ സംഭവത്തില് ഞങ്ങൾ രണ്ടുപേരും ക്യാരക്ടർ ഒരു പക്ഷേ അല്ലേ ഓർമ്മയാണ് അല്ലെ ഓർമ്മ നടത്തില്ല. നാടകത്തിലെ കുറെ പേരുണ്ട്. ഞങ്ങളാണ് സെൻട്രൽ റോൾ ചെയ്യുന്നത്. ഒരു ലാസ്റ്റ് ക്ലൈമാക്സിന് തൊട്ട് മുമ്പ് ഞങ്ങൾ എന്തോ അല്ലെ ഗുസ്തി പിടിക്കുന്ന ഒരു ഇതായിരുന്നു. അതില് അല്ലേട്ട് തന്നെ അങ്ങ് വീണു. പിന്നീട് ക്ലൈമാക്സ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ തന്നെ ഞങ്ങളത് കഴിയാം. പക്ഷെ അന്നത്തെ ആ ഒരു പിന്നീട് ആ വീണിട്ട് പിന്നീട് ആ ഡ്രാമ മുന്നോട്ട് കൊണ്ടുവന്ന് മൊത്തവും അല്ലേട്ടന്റെ കഴിവ് തന്നെയാണ്. കാരണം ഒരു ആർട്ടിസ്റ്റിന് ഒരു പക്ഷെ ആ സമയത്തൊക്കെ കയ്യിൽ പോകാം, പിന്നെ മൊത്തം മാറിപ്പോകും. അന്നേ ഒരു എന്താ ഒരു സ്കില്ലുണ്ട്, ഇതിൽ തന്നെ ഒരു സ്കില്ല് എപ്പോഴും ഉണ്ട്. അന്നേ ഞാൻ മനസ്സിൽ വിചാരിച്ച. പക്ഷെ ഇപ്പൊ വലിയ ആർട്ടിസ്റ്റായി, ഇപ്പൊ കോമഡി രംഗത്തൊക്കെ. എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറഞ്ഞ അക്ഷയാണ്. കാരണം അക്ഷയാണ് എന്നെ ഇങ്ങനെ അക്ഷയ എപ്പോഴും വന്ന് പറയാം നമുക്കൊന്ന് പോകാൻ പോകാം. ഞാൻ പറയോ ഞാൻ വരുന്നില്ല. അങ്ങനെ വൈഫ് പറഞ്ഞു എന്തായാലും അക്ഷയുടെ ആഗ്രഹം പോയി നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളിതിനകത്തോട്ട് ഇറങ്ങിയതാ. ഒരു പ്രോഗ്രാമിന് പോയി അക്ഷയുടെ ഒരു തൃപ്തിക്ക് വേണ്ടി ഒറ്റ പ്രോഗ്രാമിന് പോവുക, അവിടെ നിന്ന് കാണുക, ഇതോടൊരു പരിപാടി നിർത്തുകയാണ് ഓർത്താ പോയത്. അക്ഷയോട് പറഞ്ഞിട്ടില്ല, അങ്ങനെ പറഞ്ഞാ പോയത്. പക്ഷെ അവിടെ ചെന്നു ഒരു പ്രോഗ്രാം ചെയ്തു കഴിഞ്ഞപ്പം അത് ആയി കഴിഞ്ഞപ്പോ നമുക്ക് മനസ്സിലായി അടുത്ത പ്രോഗ്രാം ചെയ്യാം. പിന്നെ അടുത്ത ചെയ്തു. ഇപ്പൊ അക്ഷയെ ഞാൻ നിർബന്ധിക്കുന്ന ഞാൻ ഈ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു പോകുന്നുണ്ടായി. നാട്ടില് എങ്ങനെയാണ് അവര് റെസ്പോൺസ്? നാട്ടിൽ ഭയങ്കര കേട്ടോ. നാട്ടുകാരെല്ലാം ഭയങ്കര സപ്പോർട്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് കൂടുതലും നമുക്ക് ഫാൻസ് ഉള്ളത് അമ്മമാരാണ്. അപ്പം നമ്മള് ഈ വീഡിയോകളൊക്കെ തമാശയായിട്ടുള്ള കൂടുതൽ കാണുന്നത് അമ്മമാരാ. കാരണം വേറെ ആരുണ്ട് ഗൾഫിൽ നിന്ന് വരുമ്പം ആൾക്കാർ വരുമ്പോ ചോദിക്കും ഇനി എന്നാ പോണേന്ന് ചോദിക്കും. എന്ന് പറഞ്ഞ പോലെ നമ്മളോട് ഇനി എന്നാ നിങ്ങൾ പോകുന്നത്, അടുത്ത പ്രോഗ്രാം എന്നാ ചെയ്യുന്നത്, അടുത്ത് വാ ഉടനെ കൊണ്ടുപോവാ. അവര് പറയുന്നത് നമുക്കൊരു സന്തോഷം. അവര് പറയുന്നവർക്ക് അവരുടെ വിചാരം നമ്മൾ ചെല്ലുന്ന ഒരു 6-7 സ്കിറ്റ് ചെയ്തു പിന്നെ പുറ ഇങ്ങനെ വരിക എന്നുള്ള ഒരു ചിന്തയിലാണ് അവര് പറഞ്ഞത്. ഈ കഴിഞ്ഞ ടെലികാസ്റ്റ് കഴിഞ്ഞു എന്നാ പോകുന്നത്, അവർ ഉടനെ പോകും. അപ്പം നമ്മൾ ആ ഒരു രീതിയിൽ നമ്മളൊരു എന്താ പറയുന്നത് ഇപ്പൊ ഒരു ഫാഷനായിട്ട് നമ്മൾ അതിങ്ങനെ കൊണ്ടുവന്നു. അപ്പം അതിന്റെ ഇടയ്ക്ക് പെയിന്റിംഗ് ഉണ്ട്. ആ പെയിന്റിങ്ങിനോട് നമ്മൾ നോക്കുന്നു. കാരണം ഇപ്പൊ ഏത് നിലയിൽ എത്തി എന്ന് പറഞ്ഞാലും പെയിന്റിങ് കഴിഞ്ഞുള്ള പരിപാടികളുള്ള ജോലി നമ്മളെ പെയിന്റിംഗ് ആണ്. അപ്പൊ അക്ഷയ വീട്ടില് അല്ലെ അക്ഷയുടെ പിന്നെ കലാജീവിതത്തില് ആരെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുക? ഫസ്റ്റ് പറയുകയാണെങ്കിൽ അതെന്റെ ഫാമിലി തന്നെയാണ്. അവരാണ് ആ ഫാമിലിക്ക് ഒരു ബിഗ് താങ്ക്സ് കൊടുത്തേക്കണേ. കാരണം ഒരു കൊച്ചു കലാകാരനെ വലിയൊരു കലാകാരനാക്കിയത് അവരാണ്. കാരണം ഞാൻ എന്റെ ഒരു ഫാമിലി എന്ന് വെച്ച് കഴിഞ്ഞാല് മിഡിൽ ക്ലാസ് എന്ന് പറയാൻ പറ്റില്ല, ലോ ക്ലാസ് ഒന്നും പറയാൻ പറ്റില്ല, അതിന്റെ സെന്റർ ആയിട്ട് ഒത്തിരി താഴെപ്പെട്ടില്ല. അപ്പം നമ്മൾ അങ്ങനെ ഒരു ഫാമിലിയാണ്. അപ്പം അവിടെ നിന്ന് നിന്നിട്ട് കാരണം ഏകദേശം ഊഹിക്കാൻ പറ്റും EMI അങ്ങനെയുള്ള ഒരുപാട് സാധാരണ അത് തന്നെ. ഇതിനിടയ്ക്ക് നിന്നൊക്കെ നമുക്കിപ്പം ഞാൻ പറഞ്ഞില്ല എനിക്ക് 2 കൊച്ചു പിള്ളേരാ. അപ്പം ഇപ്പം 7 വയസ്സ് 7 ആയിട്ടില്ല, ഇപ്പൊ ആകുന്നേ ഉള്ളു. അപ്പം അത്രയും കുഞ്ഞു കുട്ടികളാകുമ്പം അവർക്ക് എന്തായാലും പനി കാര്യങ്ങൾ അതൊക്കെ ഉണ്ടാവും, വീട്ടിലെ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ. ഇതിനിടയ്ക്കെല്ലാം അവർ അത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അത് അവരുടെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇപ്പം ഈ പോകുന്നത് ചെയ്യുന്നത് നിൽക്കുന്നത്. ഇതെല്ലാം ഉണ്ടല്ലോ അവരുടെ മനസ്സിലും ഒരു പ്ലാനുണ്ട്. നാളെ ഇതുകൊണ്ട് നമ്മൾ സക്സസ് ആകും നമ്മളുടെ ഒരു വിശ്വാസമുണ്ട്. അതിന്റെ പേരിലാണ് കേട്ടോ, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. അപ്പൊ നമ്മള് എന്ത് വില കൊടുക്കും നമ്മൾ ഇതിൽ സക്സസ് ആവാന്നുള്ളത് ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം. കാരണം നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് ഇവര് രക്ഷപ്പെട്ടിട്ട് വേണം നമുക്ക് ആ കൂടെ നമ്മുടെ ഫാമിലി ഒന്ന് സെക്യൂർഡ് ആവാൻ എന്നുള്ള ഒരു കാരണമല്ലേ നമ്മളവരെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞതല്ല.
എന്നെ എന്റെ വൈഫും ഞങ്ങളുടെ അമ്മയും എന്റെ പിള്ളേരും ഒക്കെ ഇതിന് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു വിടുന്നു. അവര് ഇച്ചിരിയൊക്കെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നു പറഞ്ഞു. ഞാനിതുകൊണ്ട് രക്ഷപ്പെടണം. ഒരു ചോദിക്കട്ടെ, അപ്പൊ ആക്ച്വലി മിമിക്രി ഒക്കെ ചെയ്യുന്നവർ ഒരുപാട് പേരോട് പറഞ്ഞു ഹ്യൂമൻ വോയിസിൽ പാട്ട് പാടും എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി ഒരു രണ്ടുപേര് പാടും. പാട്ട് പാടാനോ? അത് രണ്ടുപേരും കട്ട് ചെയ്തോ? ഇല്ല, കട്ട് ചെയ്തില്ല. ഇല്ല. അപ്പം ട്രൈ ചെയ്യാട്ടോ. കുഴപ്പമില്ല. അപ്പം അറിയാം. ഇത് കേട്ടിട്ട് അടുത്ത പ്രോഗ്രാം അച്ഛയുടെ കാലമേള വെച്ചാൽ പാട്ട് വെച്ചിട്ട് രണ്ടുപേരും ഞങ്ങൾക്ക് വേണ്ടി. മതി. അപ്പൊ എഡി ക്രിയേഷൻ ഇങ്ങനെ വലിയൊരു പിന്നെ എന്താ എക്സ്പെരിമെന്റ് ചെയ്തതിന് ബിഗ് താങ്ക്സ് ആണ്. അത് കറക്റ്റ് ആയിരുന്നു. എക്സ്പെരിമെന്റ് അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ല, അങ്ങനെ ഒരു വേണമല്ലോ. അപ്പൊ അല്ലേട്ടനാണെങ്കിൽ ഇങ്ങനെയൊന്നുമല്ല, ഡാൻസറാണ്. അപ്പൊ ഡാൻസ് കളിക്കാനുള്ള സൗകര്യങ്ങൾ നമുക്ക് അസൗകര്യമാണ് കൂട്ടത്തിൽ. അപ്പം അടുത്ത വേറൊരു എപ്പിസോഡിൽ നമുക്ക് അല്ലേട്ടൻ ഡാൻസ് കാണാം കേട്ടോ. തന്നെ മാത്രമല്ല, അല്ലേട്ടൻ ഞാനൊക്കെ ഒരുപാട് വേദികളിലൊക്കെ പങ്കിട്ടതാ. എന്താ വെച്ചാ പ്രോഗ്രാമുകള് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ അല്ലേട്ടാ, ഇപ്പൊ ഇങ്ങനെ വലിയൊരു ഫോണിലൊക്കെ നിങ്ങൾ എത്തിച്ചേർന്നില്ലേ? അപ്പൊ അവിടെ വരെ എത്താന് ഭയങ്കര കഷ്ടപ്പാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, അറിയാം. അവിടെ ചെന്ന് കഴിഞ്ഞുള്ള നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്, മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നത് ഒന്ന് ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. തീർച്ചയായിട്ടും ചെയ്തു തരാം. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് അവിടെ പോകുന്നതിന് മുമ്പേ നമുക്കൊരു ധാരണ ഉണ്ടല്ലോ, അവിടെ അവരെങ്ങനെയായിരിക്കും, നമ്മളോട് എങ്ങനെ സമീപനം നമുക്കറിയത്തില്ല. നമ്മള് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, നമ്മൾ ആ വീട്ടിലെ നമ്മള് അംഗങ്ങൾ എങ്ങനെയാണോ അതുപോലാണ്. കാരണം അവര് അതുപോലെ കാണുന്നത്. നമ്മള് എന്തൊരു തെറ്റ് ചെയ്താലോ, നമ്മളൊരു സ്കിറ്റ് അവരെ മുന്നിൽ ചെയ്ത് ഡയറക്ടറിന്റെ ഒക്കെ മുന്നിൽ നമ്മളൊരു ട്രയൽ ചെയ്ത് കാണിക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും തെറ്റ് വന്നാൽ, കുഞ്ഞെ അത് ഈ രീതി ചെയ്യാം, അങ്ങനല്ല, അത് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ക്ലിയർ ചെയ്ത് തരും. നമുക്ക് പിന്നെ എന്താ പറയുന്നത്, നമുക്ക് ഭയങ്കര പിന്നെ നമുക്ക് എപ്പോഴും അതാണ് നമ്മൾ എപ്പോഴും കളിക്കാൻ പോകുന്നൊരു അവിടുത്തെ സ്കിറ്റ് ചെയ്യാൻ നമുക്ക് ഇപ്പോഴും താല്പര്യം, ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അയ്യോ ഭയങ്കര ഇതായിട്ട്. അതാണ് നമ്മൾ അല്ലെങ്കിൽ ഇപ്പൊ ഒരു സ്കിറ്റ് കൊണ്ട് നമ്മളവിടെ നിർത്തുമല്ലോ. സ്കൂളിലൊക്കെ നമ്മൾ എന്താ പറയുക, അടിയുള്ള ദിവസം നമ്മൾ പോകത്തില്ല എന്ന് പറഞ്ഞാലല്ല ഇത്. മനസ്സിലായി? ഇത് നമുക്ക് വീണ്ടും വീണ്ടും പോകാനുള്ള ഒരു ബലമുണ്ടോ, പോണം. അപ്പൊ അവിടെ തന്നെ അതുപോലെ തന്നെ ജഡ്ജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്, TV കാണുന്നുണ്ട്, അവരെ മോനെ ഇങ്ങനെ അവിടെ തെറ്റി നിങ്ങൾ ഇങ്ങനെ ചെയ്യണം. പക്ഷെ ഷൂട്ട് കഴിഞ്ഞ ഉടനെ നമ്മൾ വെളിയിൽ ഇറങ്ങി കഴിയുമ്പോഴും അവര് നമ്മുടെ അടുത്ത് ഭയങ്കര സമയമാണ്, മോനെ നിങ്ങൾ നല്ല സ്ക്രിപ്റ്റുകൾ കൊണ്ട് നല്ല രീതിയിൽ ചെയ്യണം. അങ്ങനെയാണ് വീഡിയോക്കകത്തെ നിങ്ങളോട് വളരെ വളരെ ഹാപ്പി ആയിട്ടാണ് ലിവിൻ ചേട്ടൻ സംസാരിക്കുന്നത്. എങ്ങനെയാണ് ലിവിൻ ചേട്ടന്റെ ഒരു നിങ്ങളോടുള്ള എക്സ്പീരിയൻസ് ഏത് കണ്ടത്? നല്ല എന്താ വെച്ചാല്, ഇപ്പൊ നമ്മുടെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഒരു ചേട്ടൻ അതായത് അങ്ങനെ അത്ര നമ്മളുമായിട്ട് നല്ല ഇന്റിമേറ്റ് ആയിട്ടുള്ള വെച്ചാൽ നല്ലൊരു ഫ്രണ്ട് എങ്ങനെയാണോ, നല്ലൊരു ചേട്ടൻ എങ്ങനെയാണോ, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു രീതിയിൽ ഭയങ്കര സപ്പോർട്ടാണ് പുള്ളി എന്നല്ല, ബിബിൻ ചേട്ടൻ എന്നല്ല, ഇപ്പം ബാക്കിയുള്ളവരായാലും ഒക്കെ അടിപൊളിയാണ്, കുഴപ്പമില്ല, നല്ല സപ്പോർട്ടാണ്. പിന്നെ അവർ തരുന്ന ഓരോ കമന്റ്സും നമുക്ക് എത്രത്തോളം ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും എന്നുള്ളത് അത് നമ്മുടെ സ്കിറ്റിൽ നിന്നല്ല, മറ്റുള്ളവരുടെ ആയാലും സ്കിറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അവരുടെ കമന്റ്സ് ആണ് നമ്മളെ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യുന്നത്. അപ്പം അത് ഒരുപാട് സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒരു ഫാമിലിയാണത്. ബംബർസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫാമിലിയാണ്. കണ്ടസ്റ്റന്റ് ആയാലും ഇപ്പോ അവിടുത്തെ ഡയറക്ടർ സാറായാലും ഗ്രൂമേഴ്സ് ആയാലും ഒക്കെ നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ്. നമ്മളുമായിട്ട് നല്ല രീതിയിൽ ചില എന്താ പറയാ
അറിയാം കാര്യങ്ങൾ പറഞ്ഞു തരും. അത് ഇന്നതുപോലെ ചെയ്യണം, പഠിക്കണം ആ ഒരു രീതിയിൽ. ഞാനിപ്പോ നിങ്ങളുടെ പേജുകളൊക്കെ ശ്രദ്ധിച്ചപ്പോഴേ കൂടുതൽ സെൽഫികളുണ്ട്. ഞങ്ങളുടെ ഈ സെൽഫിയൊക്കെ സെൽഫി എടുക്കാൻ സാധാരണ സെലിബ്രിറ്റികൾ നമ്മൾ സെൽഫി എടുക്കുന്നത് അവര് എന്താ നമുക്ക് താല്പര്യക്കുറവുണ്ട്. പക്ഷെ നിങ്ങളുടെ സെൽഫിക്ക് എല്ലാവരും ഓരോ ദിവസം 3 നേരം സെൽഫിയൊക്കെ വരുന്നു. കാരണം എല്ലാവരുമായിട്ട് ഏതുണ്ട് അവരെങ്ങനെ ഉണ്ട് നിങ്ങളുടെ സെൽഫി ഒക്കെ എടുക്കുമ്പോഴേ. വേറൊരു കാര്യമുണ്ടേ, ഇപ്പം ഞങ്ങള് ഒരു 3-4 സ്കിറ്റ് ചെയ്തിട്ടുള്ള പോലും അനിൽ, അക്ഷയ് അവിടെ ഒരു എന്താ പറയുന്ന ഒരു അറിവാണ് എല്ലാവർക്കും. എല്ലാരും നമ്മളെ തിരക്കും, വന്നില്ലേ പോലും തിരക്കും. അവര് അനിൽ, അക്ഷയ് എന്നാണ് വരാത്ത അവര്. അപ്പൊ നമ്മളെ വിളിക്കും, അക്ഷയെ വിളിച്ചിട്ട് പറയും, പറഞ്ഞു നിങ്ങൾ എപ്പിസോഡ് തന്നെ മുടക്കരുത്. ഞങ്ങൾ 2 മാസത്തോളം അപ്പൊ ഞങ്ങൾ അത് കഴിഞ്ഞ് ഞങ്ങൾ അത്രയും ഇതായത്. അപ്പം നിങ്ങൾ എന്താണ് എപ്പിസോഡ് മുടക്കുന്നത്? അപ്പൊ നമ്മുടെ വീട്ടിലെ സാഹചര്യം കാര്യങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ കൂടുതലും മുടക്കുന്നത്. അപ്പം അങ്ങനെയാണ് ഈ സംഭവങ്ങളുണ്ടായത്. അപ്പം അവരെന്ന് പറഞ്ഞാൽ നമ്മള് ചേട്ടാ അവര് വരുമ്പോ ഒരു സെൽഫി, ഒരു ഫോട്ടോ എടുക്കണം. എടാ ഞങ്ങൾ അങ്ങോട്ടാ ചോദിക്കണ്ടത്, നീ ഇങ്ങോട്ട് വേണം എന്ന് പറഞ്ഞിട്ട് ഓളെ കൈ പിടിച്ചിട്ട് അവര് നമ്മളെ എടുപ്പിക്കുവോ? മനസ്സിലായി? മറ്റുള്ളവരൊക്കെ നമ്മളൊരു എന്താ ബഹുമാനമാണ് ചേട്ടാ. ഒരു എടാ എന്തുകൂടെ പറഞ്ഞു ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞു, നീ ഞങ്ങളോട് തന്നെ ഫോട്ടോ എടുക്കടാ, നിങ്ങൾ ഞങ്ങളോട് തന്നെ ഫോട്ടോ എടുക്കണം നല്ലത് എന്ന് ഞങ്ങളോട് പറയാം. അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ അങ്ങനെ അതാണ് നമ്മൾ ആ സന്തോഷത്തോടെ വന്നെടുക്കുന്ന ഫോട്ടോസാണ് മൊത്തം. കാരണം അവര് ഭയങ്കര ഹാപ്പിയാണ് എല്ലാവർക്കും. കാരണം നമ്മൾ ആ രീതിയിലാണ് ഞങ്ങൾ രണ്ടുപേരും അവിടെ നിൽക്കുന്നത്. അപ്പൊ നമ്മള് ആ രീതിയിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും അവിടെ ഒരു സ്ഥാനമുണ്ട്. ഈ അടുത്തൊക്കെ ഒരു സംശയമാണ്, സംശയമല്ല എനിക്കുണ്ടായ അനുഭവം പോലെ നിങ്ങൾക്ക് എന്തുകൊണ്ടായിട്ടുണ്ടല്ലോ. ഈ നമ്മൾ ഈ കലാരംഗത്തൊക്കെ ഇപ്പോഴാണ് നമ്മൾ ഒരു നിലയിലെത്തിക്കഴിഞ്ഞത്. പക്ഷെ അതിന് മുമ്പൊക്കെ ഈ നമ്മൾ സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ ചെയ്യുമ്പോഴൊക്കെ എന്തെങ്കിലും ഒരാളിൽ നിന്ന് മോശമായ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഏതെങ്കിലും വേദികളിൽ വെച്ച്, അല്ലെങ്കിൽ നമുക്ക് ഒരു അവസരം നിഷേധിക്കുക, തക്ക അനൗൺസ്മെന്റുകളുടെ പേരുകളൊക്കെ വന്നിട്ട് അവസരങ്ങൾ നമ്മുടെ പേര് ഭയങ്കരമായിട്ട് നമ്മൾ ആഗ്രഹിച്ചിട്ട് തക്ക സമയത്ത് അത് റിജക്റ്റ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ. അങ്ങനെ അടുത്തൊരു ഇടയിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് അക്ഷയ് കൂടിയാണ് ആ പ്രോഗ്രാം. അപ്പൊ അക്ഷയ് പറയാം അതിനെക്കുറിച്ച്. പ്രോഗ്രാം ബുക്കിംഗ് ആയിരുന്നു. അതായത് നമ്മള് നമ്മളെ അടുത്തുള്ള സ്ഥലമാണ്. അപ്പൊ അവര് ഇതുപോലെ അവിടുത്തെ പിന്നെ അമ്പലത്തിലെ പ്രോഗ്രാം അപ്പം വലിയ പരിപാടി, അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത പരിപാടി. അപ്പൊ അവര് നമ്മളോട് ഇങ്ങോട്ട് ചോദിച്ച് നിങ്ങളുടെ പരിപാടി വെക്കാനാ. നമ്മൾ പറഞ്ഞു ചേട്ടാ നമ്മൾ വലിയ ടീം ഇങ്ങോട്ട് വന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു ചേട്ടാ നമ്മൾ വലിയ ടീമൊന്നുമല്ല, നമ്മളിപ്പോ 2-3 പ്രോഗ്രാം ചെയ്തിട്ടേ ഉള്ളൂ, വലിയ ഫെയിം ഒന്നും ആയിട്ടില്ല. അത് കുഴപ്പമില്ല, നമ്മളെ നാട്ടിലുള്ളവർക്ക് പരിപാടി കൊടുത്തില്ല, പിന്നെ ആർക്ക് കൊടുക്കുന്നു. അപ്പൊ നമുക്ക് കുറച്ചുകൂടി സന്തോഷം. ഒരുപാട് സന്തോഷം. നമ്മൾ കുറച്ചൊക്കെ പ്രതീക്ഷിച്ചു ഏറെക്കുറെ. അപ്പൊ നമ്മള് ഭയങ്കര പ്ലാനിങ്. അപ്പൊ നമ്മള് പറഞ്ഞു വേണ്ട ചേട്ടാ, ഏതാ എങ്ങനെ പറയുന്നത്, വേണ്ട ചേട്ടാ ഇങ്ങനെ വേണ്ട ചേട്ടാ. എന്നിട്ട് രണ്ട് പൈസ ഇതിന്റെ പകുതി വേണ്ട, ഇതിന്റെ പകുതി ഉണ്ടല്ലോ ഇല്ല എന്താ പറയാ, പിന്നെ ആ ഒരു മൈൻഡാണ്. മനസ്സിലായോ? പല പ്ലാനാണ് ഇവിടെ, സ്കിറ്റ് എങ്ങനെ കളിക്കണമെന്ന്. അപ്പൊ ആ ഒരു രീതിയിലൊക്കെ എന്നിട്ട് അപ്പൊ ഞാൻ എന്റെ അടുത്ത് വന്ന് ഒരു പ്രോഗ്രാം ഉണ്ട്, സംഭവം സെറ്റാ, റെഡിയാന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു റെഡിയാവുക ഇങ്ങോട്ട് നിർബന്ധിക്കാം. പറഞ്ഞു ആ പേയ്മെന്റ് അങ്ങനെ ചെയ്യാം. അപ്പം നിങ്ങൾ എത്ര സമയം പരിപാടി ചെയ്യും? ഞാൻ പറഞ്ഞു അങ്ങനെ ഇതിലും വലിയ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാള് ഈ പ്രോഗ്രാം പറഞ്ഞ ആള് പറയുന്നത് എന്ന് പറഞ്ഞേ, നിങ്ങൾ അമ്പല കമ്മിറ്റിക്കാര് പൈസ തരുന്ന നോക്കണ്ട, ഞാനാ നിങ്ങൾക്ക് പൈസ തരുന്നത്, നിങ്ങൾ കളിക്കണം, ഞാനാ നിങ്ങൾക്ക് ശമ്പളം തരുന്നത്, അത് എത്ര ഒന്നല്ല തരുന്നത് നിങ്ങൾക്ക്. അപ്പൊ അവരെ കണ്ടപ്പോ നമ്മള് പരിപാടി ഓക്കെ നടത്തില്ല. അന്നല്ല ആ പരിപാടി ഇതിന്റെ അന്ന് വരെ. അതായത് സംഭവം ഇതെങ്ങനെ പരിപാടി ആണെന്ന് വെച്ചാല് ഒരു വർക്ക് നോക്കാൻ പോയതാണ്. അപ്പം ഈ സീലിംഗ് ഒക്കെ വരയ്ക്കാനാണ്. അപ്പം ഇത് ചെയ്യണമായിരുന്നു. അപ്പൊ ഇത് ചെയ്യാൻ വേണ്ടി പുള്ളിയുടെ വീടാണ്, ഈ പറഞ്ഞ കേശവനാണ് വരയ്ക്കാൻ പോയത്. അപ്പം ആളുടെ പേരൊന്നും പറയുന്നില്ല, ആളാണ് വരയ്ക്കാൻ പോയത്. അപ്പം നിങ്ങൾ പ്രോഗ്രാം കാണും സംഭവം അതായത് ഞാൻ ഈ പറഞ്ഞ പോലെയൊക്കെ പറഞ്ഞിട്ട് അവിടെ വെച്ച് അമ്പല കമ്മിറ്റിക്കാരെ വിളിച്ചു. പക്ഷെ നമ്മുടെ മുന്നിൽ വിളിച്ചിട്ട് പറഞ്ഞു. അപ്പം ഈ അമ്പല കമ്മിറ്റിക്കാരൻ നമ്മളോട് സംസാരിച്ചു. അപ്പൊ നിങ്ങളുടെ എങ്ങനെ പ്രോഗ്രാം എങ്ങനെ അതായതാന്നൊക്കെ പറഞ്ഞു. നമ്മൾ പറഞ്ഞു അങ്ങനെ ചെയ്യാം, കുഴപ്പമില്ല. നമ്മളപ്പോ ഇച്ചിരി കൂടെ വിനയമൊക്കെ കുറച്ചുകൂടെ കൈ നിട്ടു. ഏതാ ചേട്ടാ നമ്മള് ഞാൻ പറഞ്ഞു ചേട്ടാ നമ്മള് വലിയ പരിപാടിക്കാരൊന്നും അല്ല, കാരണം വേറൊന്നുമല്ല, പേടിയുണ്ടേ പൊളിഞ്ഞു പോയാലും പിടിച്ചു വെക്കണമല്ലോ. അപ്പൊ അങ്ങനെ പറഞ്ഞു കുഴപ്പമില്ല സെറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. ഞങ്ങള് എന്നൊക്കെ പറഞ്ഞു ഈ വർക്ക് നമ്മൾ ചെല്ലണം, അതായിരിക്കാം ഒരു പക്ഷേ ഈ പറഞ്ഞ കക്ഷിയുടെ ഇത്. അപ്പം അതല്ലെങ്കിലും നമ്മൾ പോകും, കാരണം നമുക്ക് ജോലിയാണ് അത്യാവശ്യം.
ഞാൻ പോയി അവിടെ പണിക്ക് പോയി. ഞാനത് വരയൊക്കെ ചെയ്തു, വരയ്ക്കാനുള്ളതൊക്കെ വരച്ചോണ്ടിരിക്കുക. അപ്പം അവിടെ അപ്പൊ അതായത് ഈ അമ്പലത്തിന്റെ തൊട്ടടുത്താണ് ഈ വീട്. അപ്പം ഞാൻ ചെല്ലുമ്പോ തൊട്ട് 10 ദിവസം സപ്താഹമുണ്ട്. അപ്പൊ ഓരോ ദിവസം കഴിയുമ്പോഴും അപ്പൊ എന്നോട് പറഞ്ഞു, അക്ഷയ് ഞാൻ നമ്പർ കൊടുത്തായിരുന്നു. പിന്നെ അവര് വിളിച്ചായിരുന്നു, ഞാൻ പറയില്ല വിളിച്ചു. അപ്പൊ ഞാൻ നമ്പർ കൊടുത്തായിരുന്നു. ഞാൻ പറഞ്ഞു ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് വിളിക്കും, നാളെ വിളിക്കും. അപ്പൊ ഇതിനിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്ത്, വേറെ ചാനലിലുള്ള വേറെ പ്രോഗ്രാം ആർട്ടിസ്റ്റുകളെ ഞാൻ വിളിച്ചിട്ട് നമ്മൾ വിളിച്ച് പറഞ്ഞു ഇതുപോലെ നമുക്ക് ടീമായിട്ട് ചെയ്യാം. അപ്പൊ അവര് പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അവസാനം അവര് ഇങ്ങോട്ട് വിളിയായി. അവർക്ക് വേറെ പ്രോഗ്രാം ഉള്ളതാ. അപ്പൊ നമ്മളുമായിട്ടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വെച്ചിട്ട് അവര് പറഞ്ഞു പിന്നെ ഡേറ്റ് പറയാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് ഡേറ്റ് പറയാൻ പറ്റത്തില്ല, കാരണം നമുക്ക് നമ്മളെ ഇവര് വിളിച്ചാലല്ലേ നമുക്ക് പറയാൻ പറ്റൂ. അങ്ങനെ പറഞ്ഞ അവസാനം അവരുമായിട്ടും ചെറിയൊരു പിണക്കം. കാരണം അവർക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ അവരെ ഷോയിൽ പോയി, പിന്നെ അവരെ നമ്മൾ കളിയാക്കുന്നതിന് തുല്യമായിട്ട് അങ്ങനെ വന്നു. ആ പ്രോഗ്രാം നടക്കുന്നതിന്റെ അന്ന് പിന്നെ അന്ന് വരെ നമ്മൾ നോക്കി വിളിച്ചിരുന്നില്ല. പിറ്റേ ദിവസം ഞാൻ ഈ പറഞ്ഞ കശോട് ഞാൻ പറഞ്ഞു ചേട്ടാ ഇതുപോലെ അവര് വിളിച്ചായിരുന്നു, പക്ഷെ പറഞ്ഞ പേയ്മെന്റ് അവര് തന്നില്ല. പക്ഷേ വിളിച്ചില്ലയോ, ഞാൻ ആ കാര്യം ചെയ്തിട്ട് ഞാൻ പറഞ്ഞു അല്ല കേട്ടോ അവരെ പേയ്മെന്റ് തന്നില്ല കേട്ടോ, അത് മോശമായി കേട്ടോ, അവരോട് പറഞ്ഞേക്കണം പറഞ്ഞ പേയ്മെന്റ് അവര് തന്നില്ല, വളരെ മോശമായി പോയെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞു എനിക്കത് കറക്റ്റ് ചെയ്യോ എനിക്കറിയില്ല കേട്ടോ. അപ്പൊ എന്താണ് എന്റെ വർക്ക് അതിന്റെ പിറ്റേ ദിവസം തീരും. ചിലപ്പോ ഒരു പക്ഷെ ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയില്ല കേട്ടോ, കാരണം ആള് അതിനകത്ത് ഉള്ളതല്ല, ആ ഒരു അമ്പല കമ്മിറ്റിയിലൊന്നും ഉള്ള ആളല്ല. പുള്ളി ജെനുവിനാണെന്നാണ് എന്റെ വിശ്വാസം. പുള്ളി ആഗ്രഹിച്ച് പറഞ്ഞ പുള്ളി സപ്പോർട്ടും ചെയ്തു. കാരണം അതിലെ ആര് പോയാലും എല്ലാരും വിളിച്ചിട്ട് പറയും ഇന്ന ആള് മഴവില് പ്രോഗ്രാം ചെയ്യുന്നതാണ്, വേറെ പരിപാടി കാണണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. അത് പറഞ്ഞിട്ടുണ്ട് അടുത്ത പ്രോഗ്രാം ഇനി അടുത്ത വർഷം എന്ത് പ്രോഗ്രാം വെച്ചാലും നമ്മൾ ചെയ്യാം, നിങ്ങളെ വിളിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ കക്ഷിയുടെ കാര്യമല്ല, ഈ ഞങ്ങളെ വിളിച്ച് ഫോണിൽ പറഞ്ഞ അമ്പല കമ്മിറ്റിക്കാരന്റെ കാര്യമാണ്. അപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് ഒരിക്കലും ഒരു കലാകാരന്മാരെ ഇങ്ങനെയുള്ള കഴിവുള്ളവരെയൊക്കെ വിളിച്ചത് നിങ്ങൾ അവരെ വിലപ്പെട്ട സമയം പാഴാക്കരുത്. കാരണം വെച്ചാൽ മറ്റുള്ളവർ ചിലപ്പോൾ ഒരു ആർട്ടിസ്റ്റുകളെ വേറെ വിളിക്കുന്നതായിരിക്കാം, അവരുടെ ഷോകൾ മുടങ്ങും. തന്നെയല്ല നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് സ്വന്തം നാട്ടില് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നിട്ട് നമുക്ക് ആ തക്ക സമയത്ത് അത് നിക്ഷേപിക്കുക എന്ന് പറയുന്നത് വളരെ ദയനീയ അവസ്ഥയാണ്. മാനസികമായിട്ട് നമ്മളെ തളർത്തുകയും ചെയ്യും. ഒരിക്കലും ഒരു കലാകാരന്മാരോട് അങ്ങനെ ആവർത്തിക്കരുത്. കഴിവതും അവർക്ക് നമ്മൾ തൊട്ടടുത്തുള്ള കലാകാരന്മാരെ കൂടുതൽ അവസരങ്ങൾ കൊടുത്ത് അവരെ സപ്പോർട്ട് ചെയ്യുക. ഇവരൊക്കെ വലിയവരെയൊക്കെ നിലനിലേക്ക് എത്തുവാൻ കൂടി നമ്മൾ സപ്പോർട്ട് ചെയ്യുക. മുല്ലേക്ക് മണമില്ലല്ലോ എന്ന് പറഞ്ഞ അതാണ് നമുക്ക് അതാ ഭയങ്കര വിഷമമായിപ്പോയി. കാരണം അല്ലേ നമ്മളോട് പറയല്ലേ, അപ്പം നമുക്ക് ഭയങ്കര വിഷമമായി. കാരണം നമ്മളെ ഒരുപാട് ആഗ്രഹിച്ചു. ഞങ്ങളുടെ ചാനലിലുള്ള വളർച്ചയിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ പ്രോഗ്രാമുകളിലൊക്കെ നിങ്ങളെ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ടായിരിക്കും. സന്തോഷം, വളരെ സന്തോഷം. കാരണം എന്താ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരും. ദീപു എപ്പം വിളിച്ചാലും ഞങ്ങൾ വന്നിരിക്കും. കാരണം ദീപു ഈ ഒരു ധൈര്യം ഞങ്ങളെ രണ്ടിനെയും വെച്ച് ചെയ്തപ്പോൾ ദീപു എന്ത് പ്രോഗ്രാം വെച്ചാൽ ആ ധൈര്യത്തിൽ ഞങ്ങൾ വന്നിരിക്കും. നമ്മുടെ ചാനലിനെ ആകെ ബൂസ്റ്റ് ചെയ്യുന്ന ഇവരായിരിക്കും. കാരണം ഇവരുടെ ഒരു വളർച്ചയിലൂടെ നമ്മൾ ഇവരെ ഇത്ര പോലെ നമ്മുടെ കൂടെ ഉണ്ടാവും. കണ്ടിരിക്കുന്ന എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇവർ വന്നതിനുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. ഒപ്പം തന്നെ ഇവര് വലിയൊരു കലാരംഗത്ത് വലിയൊരു ചരിത്രം സൃഷ്ടിക്കാൻ നമ്മളെ എഡി ക്രിയേഷന്റെ ആശംസകളെല്ലാം അറിയിച്ചുകൊണ്ട് നമ്മൾ ഉപസംഹരിക്കുന്നു. അതോടൊപ്പം തുടക്കം മുതൽ എഡി ക്രിയേഷനോട് സഹകരിച്ച അലേട്ടന്റെ മക്കളായ അനുഷിത, അനുഗ്രഹ അവരാണ് ഞങ്ങളുടെ ചാനലിന്റെ പരസ്യത്തിലൂടെ ഇത്ര ജനശ്രദ്ധ ആകർഷിച്ചത്. അവരോടുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. അതോടൊപ്പം എന്റെയും എഡി ക്രിയേഷന്റെയും വക നല്ലൊരു വിഷു ആശംസകൾ നേരുന്നു.